LSGI സെക്രട്ടറി പരീക്ഷയിൽ മെയിൻസ് പരീക്ഷയിൽ പേപ്പർ 2 സോഷ്യൽ ക്യാപിറ്റൽ ഡെവലപ്മെൻറ്റ്, ലോക്കൽ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്, അതുപോലെ റൂറൽ എൻ്റർപ്രൈസസ്, ഈ 3 ടോപ്പിക്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോഷ്യൽ ക്യാപിറ്റൽ ഡെവലപ്മെൻറ്റ്, ലോക്കൽ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് റൂറൽ എൻ്റർപ്രൈസസ്. അപ്പോൾ നമുക്ക് ഈ 3 ടോപ്പിക്സ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് സോഷ്യൽ ക്യാപിറ്റൽ ഡെവലപ്മെൻറ്റ് എന്നുള്ള കാര്യമാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോഷ്യൽ ക്യാപിറ്റൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ആദ്യം എന്താണ് സോഷ്യൽ ക്യാപിറ്റൽ എന്നറിയണം അല്ലേ? സോഷ്യൽ ക്യാപിറ്റൽ നമ്മളതിന് മലയാളത്തിൽ പറയുകയാണെങ്കിൽ സാമൂഹിക മൂലധനം എന്നൊക്കെ പറയാം. സോഷ്യൽ ക്യാപിറ്റൽ. ഈ സോഷ്യൽ ക്യാപിറ്റൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പൊതുവെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് മനുഷ്യർ ഒരുമിച്ച് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുമ്പോൾ, ഏത് തരത്തിലുള്ള ഗ്രൂപ്പാണെങ്കിലും ആ ഗ്രൂപ്പിൽ അംഗങ്ങളെല്ലാം പരസ്പരം ബന്ധിപ്പിക്കണമെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു ഗ്രൂപ്പായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യാണ്, അപ്പോൾ അതിൽ അംഗങ്ങൾ പരസ്പരം കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് വിശ്വാസം, അതുപോലെ പരസ്പര ധാരണ, അണ്ടർസ്റ്റാൻഡിങ്, അതുപോലെ ട്രസ്റ്റ്, അതുപോലെ പരസ്പരം പങ്കിടുന്ന മൂല്യങ്ങൾ, ഒരുപോലെയുള്ള മൂല്യങ്ങളായിരിക്കും, പെരുമാറ്റം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അത്യാവശ്യമാണ് ആളുകളെ ഒരു ഗ്രൂപ്പിനകത്ത് പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള അതിനെയാണ് നമ്മൾ സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഗ്രൂപ്പുകൾക്കിടയിൽ പരസ്പരം സഹകരണമൊക്കെ സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് മൂല്യങ്ങളും ധാരണകളും പെരുമാറ്റ രീതിയും കുറേ കാര്യങ്ങളുണ്ട് അല്ലേ? നമുക്കൊരു കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല, കുറേ കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ കുറേ നമുക്ക് അറിയുന്ന കുറേ കാര്യങ്ങൾ, പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് വേണം, പരസ്പരം മനസ്സിലാക്കണം, പരസ്പരം ട്രസ്റ്റ് വേണം, അങ്ങനെ കുറേ കാര്യങ്ങൾ ഒത്തുചേർന്നാൽ മാത്രമാണ് ഒരു ഗ്രൂപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോവുള്ളൂ അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള കുറേ പങ്കിടുന്ന മാനദണ്ഡങ്ങളും മൂല്യങ്ങളും ധാരണകളും എല്ലാം ചേർന്ന അതിനെയാണ് നമ്മൾ സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു പദം തന്നെ പ്രചരിപ്പിച്ച ആൾ റോബർട്ട് പുട്ട്നാം എന്ന് പറയുന്ന ആളാണ്. അപ്പം അതാണ് റോബർട്ട് പുട്ട്നാം. അപ്പോൾ ആ ഒരു പേര് ഓർത്ത് വയ്ക്കാം. അതുപോലെ സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എപ്പോഴും ഗ്രൂപ്പുകൾ ഫോം ചെയ്യുമ്പോൾ ആ ഗ്രൂപ്പുകളിൽ അംഗങ്ങൾക്കിടയിൽ വേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അത്തരത്തിൽ ഉള്ള ധാരണയും വിശ്വാസം, അണ്ടർസ്റ്റാൻഡിങ്ങും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഗ്രൂപ്പിലുള്ള അംഗങ്ങൾക്കിടയിൽ ഉണ്ടായാൽ മാത്രമാണ് എന്താണ് ഒരു ഗ്രൂപ്പ് നല്ല രീതിയിൽ പോവുള്ളൂ. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിനാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും നമ്മളെപ്പോഴും മനുഷ്യരെല്ലാവരും ഒറ്റയായിട്ടല്ലല്ലോ, ഒരു ഗ്രൂപ്പായിട്ടുള്ള കുറേ കാര്യങ്ങൾ ആവശ്യമാണ് അല്ലേ? ഗ്രൂപ്പായിട്ടാണ് നമ്മളെല്ലാ കാര്യങ്ങളിലും വർക്ക് ചെയ്യുന്നത്, ഒരു ഗ്രൂപ്പായിട്ടാണ്. അപ്പം ഗ്രൂപ്പായിട്ടുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ പോകണമെങ്കിൽ ഇതുപോലെ സോഷ്യൽ ക്യാപിറ്റൽ വേണം. അപ്പോൾ അതാണ് ഈ സോഷ്യൽ ക്യാപിറ്റൽ എന്നുള്ള പദം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നതാണ്. അപ്പോൾ ഒരു സോഷ്യൽ നെറ്റ്വർക്ക്, അപ്പം സോഷ്യൽ ക്യാപിറ്റൽ കൃത്യമായിട്ടുണ്ടാവുമ്പോൾ അത് ആളുകൾക്ക്, ഗ്രൂപ്പുകൾക്കിടയിൽ നല്ല രീതിയിൽ ഗ്രൂപ്പുകൾ നടന്നു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എന്താണ് ഒരു സോഷ്യൽ നെറ്റ്വർക്കിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം അതുകൊണ്ട് അത് ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനൊക്കെ ഹെൽപ്പ് ചെയ്യും, ഈ ഒരു സാമൂഹിക മൂലധനം എന്ന് പറയുന്ന കാര്യം കൃത്യമായിട്ടുണ്ടെങ്കിൽ. അപ്പം ഒരു കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങളെ ബന്ധിപ്പിക്കുകയും അതുപോലെ സഹകരണ പ്രവർത്തനങ്ങൾ സാധ്യമാക്കുകയും ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ആളുകളെ, അംഗങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതും അവരുടെ സഹകരണ പ്രവർത്തനങ്ങൾ സാധ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള വിശ്വാസം, പരസ്പര ധാരണ, പങ്കിട്ട മൂല്യങ്ങൾ, പെരുമാറ്റം, ഇവയൊക്കെയാണ് ഈ ഒരു സോഷ്യൽ ക്യാപിറ്റൽ എന്നുള്ളതിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഈ ഒരു പരസ്പര വിശ്വാസവും ധാരണയും മൂല്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അത്തരത്തിലുള്ള ഇടപെടലുകളൊക്കെ ആളുകളെ കമ്മ്യൂണിറ്റികൾ കെട്ടിപ്പടുക്കാനും പരസ്പരം പ്രതിജ്ഞാബദ്ധരാക്കാനും ഒക്കെ, സാമൂഹിക ഘടന കെട്ടിപ്പടുക്കാനൊക്കെ പ്രാപ്തരാക്കുന്നു അല്ലേ? ആളുകൾക്കിടയിൽ ഇപ്പോൾ ഒരു രാജ്യമാണെങ്കിൽ പോലും ആ രാജ്യത്തിൽ നമ്മളെടുത്ത് അതിൽ പലതരത്തിലുള്ള ഗ്രൂപ്പുകളുണ്ട് അല്ലേ? ഇപ്പം ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ചേർന്നിട്ടുള്ള ഗ്രൂപ്പ് ആവാം, അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂം ആവാം, അങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകൾ ചേർന്നിട്ടാണ് നമ്മൾ സൊസൈറ്റി നിലനിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആളുകൾക്ക് തമ്മിലുള്ള ഈ ഒരു സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്, ഈ ഒരു പരസ്പര ധാരണയും വിശ്വാസവും മൂല്യങ്ങളൊക്കെ അത്യാവശ്യമാണ്. അത് പ്രോപ്പറായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് കറക്റ്റായിട്ട് കമ്മ്യൂണിറ്റി അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടപ്പിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ആ ഒരു പദം പ്രചരിപ്പിച്ച ആളുടെ പേര് റോബർട്ട് പുട്ട്നാം, അതും ഓർത്തു വയ്ക്കാം. ഓക്കെ, ഇനി എങ്ങനെയൊക്കെ തരത്തിലുള്ള സോഷ്യൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഈ ഒരു സാമൂഹ്യ മൂല്യങ്ങൾ ഏതൊക്കെ തരത്തിലുള്ളതുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിൻ്റെ ടൈപ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബോണ്ടുകൾ, ബ്രിഡ്ജുകൾ,
ബന്ധങ്ങൾ. ഇപ്പം ഇംഗ്ലീഷിലാണെങ്കിൽ ലിങ്കേജസ്, ലിങ്ക് എന്നുള്ളതും ബ്രിഡ്ജ്, ബോണ്ട്സ് എന്നൊക്കെ പറയുന്നു. അതായത് ഇപ്പം ബോണ്ടുകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കുടുംബം, അതുപോലെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, നമ്മുടെ അതേ സംസ്കാരമോ വംശീയതയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മുടെ അതുപോലെയുള്ള, ഇപ്പം കേരളത്തിലാണെങ്കിൽ മലയാളിയായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മുടേതായ സംസ്കാരമോ നമ്മുടെ വംശീയതയോ അങ്ങനെയുള്ള ഒരുപോലെ നമുക്ക് കണക്ഷൻ കിട്ടുന്ന ഗ്രൂപ്പുകൾ. അപ്പം അങ്ങനെയുള്ള പൊതു ബോധത്തെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് ആളുകൾ ഓക്കെ നമ്മൾ ഒരുപോലെയാണ് എന്നുള്ളൊരു രീതിയിൽ ഉണ്ടാവുന്ന ആ ഒരു കാര്യത്തെ നമ്മൾ ബോണ്ടുകൾ എന്ന് പറയുന്നു. അപ്പം സാമൂഹിക മൂലധനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഒരു കമ്മ്യൂണിറ്റി ആയിട്ട്, ഒരു ഗ്രൂപ്പായിട്ട് മനുഷ്യരെ ഒത്തുചേരുമ്പോൾ അതിനെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി പരസ്പരം ആ ഗ്രൂപ്പിലുള്ള അംഗങ്ങളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പൊതുവായിട്ടുണ്ടാവും. ബോധ്യങ്ങളും അണ്ടർസ്റ്റാൻഡിങ്, ട്രസ്റ്റ്, കുറേ കാര്യങ്ങൾ. അപ്പം അതിനെയാണ് നമ്മൾ ഈ സാമൂഹിക മൂലധനം എന്ന് പറയുന്നത്. അപ്പം അതിലൊന്നെന്ന് പറയുന്നത് ബോണ്ടുകളാണ്. അതെന്താ? കുടുംബം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കുടുംബത്തിലുള്ള ആളുകൾ ഓക്കെ പരസ്പരം ബ്ലഡ് ഉള്ളവരാണ്. അപ്പം നമ്മളൊരു കുടുംബമാണ്, നമ്മൾ കണക്റ്റഡ് ആണ്, റിലേഷൻഷിപ്പ്, കിൻഷിപ്പ് ഒക്കെ ഉണ്ട് അല്ലേ. ബ്ലഡ് റിലേഷൻ ആവാം, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് രണ്ട് ഫാമിലീസ് ഒന്നു ചേരുന്നതാവാം. അങ്ങനെയുള്ള ഒരേ ഫാമിലിയാണ്, ഞങ്ങൾ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവുന്നത് ഒരു എക്സാമ്പിളാണ്. ഈ ഒരു സാമൂഹിക മൂലധനത്തിൻ്റെ ഒരു രീതിയാണ്. ആ രീതിയിൽ അതിന് നമ്മൾ ബോണ്ടുകൾ എന്നാ പറയാം. അത് ഒരേ കുടുംബത്തിലുള്ളവർ അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കൾ. ഇപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളെല്ലാവരും. അപ്പോൾ നമ്മളൊരു ബോണ്ട്, ആ ഒരു ബോണ്ട് ആളുകൾക്ക് ഉണ്ടാവും. അപ്പം അതൊരു ബോണ്ടുകൾ എന്ന് പറയുന്ന സോഷ്യൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ സാമൂഹിക മൂലധനത്തിൻ്റെ ഉദാഹരണമാണ്. അതുപോലെ ഒരേപോലത്തെ സംസ്കാരം അല്ലെങ്കിൽ ജാതിയാവാം, മതമാവാം, വംശീയതയാവാം, അങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള ആളുകൾ. അപ്പം അവർ ചേർന്നിട്ടുള്ള അത്തരത്തിലുള്ള സാമൂഹിക മൂലധനമാണ്. അപ്പം ഒരു കുടുംബം അല്ലെങ്കിൽ ഒരേ വംശീയത അല്ലെങ്കിൽ ഒരേ സംസ്കാരം അല്ലെങ്കിൽ ഒരേ അടുത്ത സുഹൃത്തുക്കൾ, ഇവർക്കിടയിൽ പരസ്പരം ഒരു കണക്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഘടകങ്ങൾ ഉണ്ടാവില്ല. ഞങ്ങൾ ഒരുപോലെയാണ്, ഞങ്ങൾ ഒന്നാണ് എന്നുള്ളൊരു ഫീലിംഗ്. അപ്പം അത്തരത്തിലുള്ള അവിടെ ഉണ്ടാവുന്ന സാമൂഹിക മൂലധനം അല്ലെങ്കിൽ സോഷ്യൽ ക്യാപിറ്റലിനെ നമ്മൾ ബോണ്ട് എന്ന് പറയുന്ന ഒരു ടൈപ്പായിട്ട് പറയും. ഇനി അതുപോലെ ബ്രിഡ്ജുകൾ എന്ന് പറയുന്നത് പങ്കിട്ട സ്വത്വബോധത്തിനപ്പുറത്തേക്ക് നീളുന്ന ലിങ്കുകൾ. അതായത് ബ്രിഡ്ജ് എന്ന് പറയുന്ന ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സഹപ്രവർത്തകർ. ഇപ്പോൾ കുടുംബം എന്ന് പറയുന്നത് നമ്മൾ ഒന്നാണ്, ഒരുപോലെയാണെന്നുള്ള ഫീലിംഗ് നിന്നുണ്ടാവുന്നതാണ്. അപ്പോൾ അതാണ് അവിടുത്തെ സാമൂഹിക ബോധം അല്ലെങ്കിൽ സാമൂഹിക ക്യാപിറ്റൽ, സോഷ്യൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ സാമൂഹിക മൂലധനം എന്നൊക്കെ പറയുന്ന കാര്യം. സോഷ്യൽ ക്യാപിറ്റൽ അവിടെ അങ്ങനെയാണ് ബോണ്ടുകൾ. ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ ഒരേ ഫാമിലി അല്ല, പക്ഷെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആളുകളാവും. അപ്പോൾ അവിടെ കുറച്ചും കൂടെ ഒരു ഡിസ്റ്റൻസ് വന്നു അല്ലേ. ഇപ്പോൾ ഒരേ ഫാമിലിയിലുള്ള എന്നുള്ള ഫീൽ, അത് നമ്മൾ ബോണ്ട് എന്ന് പറയുന്നു. ഇവിടെ ഒരു സഹപ്രവർത്തകർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്. ഇപ്പോൾ ഫാമിലി എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പാണ്. ഫാമിലി എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഒരേ വംശീയതയുള്ള ആളുകൾ, അടുത്ത സുഹൃത്തുക്കൾ എന്നൊക്കെ ഗ്രൂപ്പ് ആകുമ്പോൾ അതിൽ വരുന്ന പരസ്പര ആളുകളെ കണക്ട് ചെയ്യുന്നതിന് നമ്മൾ ബോണ്ടുകൾ എന്ന് പറയുന്നു. ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ സഹപ്രവർത്തകർ, ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആളുകൾ. അപ്പം അല്ലെങ്കിൽ ഇതുപോലെ വിദൂരമായിട്ടുള്ള ഡിസ്റ്റൻ്റ്. ഇപ്പം നമ്മുടെ ക്ലാസ് റൂമിൽ പഠിച്ചിട്ടുള്ളൊരു സുഹൃത്ത്, അടുത്ത സുഹൃത്ത് എന്നുള്ള കാറ്റഗറി ആവില്ല. ഒപ്പം പഠിച്ചൊരു സുഹൃത്ത്, ഒരേ സ്കൂളിൽ പഠിച്ചൊരു കുട്ടിയായിരിക്കും. അപ്പം ഓക്കെ സുഹൃത്തുക്കളാണ്. അപ്പം എന്നാൽ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള എന്നുള്ള ഫീലിംഗ് അല്ല, എന്നാലും അവിടെ ഒരു കണക്ഷൻ ഉണ്ട്. അപ്പം അതിന് നമ്മൾ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ. അപ്പം അവിടെ ഒരേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ എന്ന് പറയുന്ന കണക്ഷൻ, അതൊരു ഗ്രൂപ്പായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സഹപ്രവർത്തകർ, ഒരു സ്കൂൾ എടുത്ത് അവിടുത്തെ ടീച്ചേഴ്സ് എല്ലാവരും സഹപ്രവർത്തകരാണ്. അപ്പോൾ അവർ ഒരുമിച്ച് ഒരു കൂട്ടമായിട്ട് നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു സാമൂഹിക മൂലധനം അല്ലെങ്കിൽ സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കൂട്ടം ആളുകളെ പരസ്പരം കണക്ട് ചെയ്ത് നിർത്തുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിലുള്ളൊരു ടൈപ്പാണ് എന്താണ് ബോണ്ട് എന്ന് പറഞ്ഞു. ഫാമിലി എന്ന് പറയുന്ന ഒരു കൂട്ടത്തിനെ നമ്മൾ പരസ്പരം കണക്ട് ചെയ്യുന്നത്, അതിനെ നമ്മൾ ബോണ്ട് എന്ന് പറഞ്ഞു. ഇനി സഹപ്രവർത്തകർ, സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സും പരസ്പരം സഹപ്രവർത്തകരാണ്. അപ്പോൾ അവർ ഒരുമിച്ച് നിർത്തുന്നത് ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും അവിടെ അല്ലേ. അപ്പം അത് ഭയങ്കര ക്ലോസ് ഫാമിലി പോലെയോ അടുത്ത സുഹൃത്ത് പോലെയല്ല, സഹപ്രവർത്തകർ എന്നുള്ളൊരു കണക്ഷനാണ്. അപ്പം അതിന് നമ്മൾ ബ്രിഡ്ജുകൾ എന്ന് പറയുന്നു. അതുപോലെയുള്ളതാണ് മൂന്നാമത്തെ ലിങ്കേജ് അല്ലെങ്കിൽ ബന്ധങ്ങൾ എന്ന് പറയുന്നത്. സാമൂഹിക ഗോവണിയിൽ, അതായത് ആ ഒരു ഹൈറാർക്കി ഉണ്ടല്ലോ സൊസൈറ്റിയിൽ, അതിൽ മുകളിലോ താഴെയോ ഉള്ള ലിങ്കുകളിലേക്ക്, ആളുകളിലേക്കോ ഉള്ള ഒരു ലിങ്കുകൾ എന്നുള്ള രീതിയിൽ ബന്ധങ്ങൾ, ലിങ്കുകൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയും കൂടെ ഉണ്ട്. അപ്പോൾ അതിലൂടെ ഉദ്ദേശിക്കുന്നത് സാമൂഹിക മൂലധനം അല്ലെങ്കിൽ സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ആളുകളെ ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോൾ, ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നിൽക്കുമ്പോൾ അവരെ കണക്ട് ചെയ്യുന്ന പലതരം ഘടകങ്ങളുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഡിവിഷൻ പറഞ്ഞു എന്നുള്ളൂ സാമൂഹിക മൂലധനത്തിന്. ഇനി സാമൂഹിക മൂലധന സോഷ്യൽ ക്യാപിറ്റൽ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? പ്രസിഡൻസ് അസോസിയേഷൻ, പ്രസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ, അല്ലെങ്കിൽ സ്വാശ്രയ സംഘങ്ങൾ, സഹകരണ സ്ഥാപനങ്ങൾ, ചാരിറ്റബിൾ സൊസൈറ്റികൾ, ട്രസ്റ്റുകൾ, അങ്ങനെയുള്ള ഒരുപാട് സ്വയം നിയന്ത്രിക്കുന്ന പ്രൊഫഷണൽ ബോഡികൾ, ഇതൊക്കെ എന്താണ്? ഈ സാമൂഹിക മൂലധന സ്ഥാപനങ്ങളാണ്. ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു സഹകരണ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ഒരു റെസിഡൻസ് വെൽഫെയർ അസോസിയേഷനോ ഇപ്പോൾ രൂപീകരിക്കണമെങ്കിൽ അവിടെയുള്ള ആളുകൾ തമ്മിൽ ഒരു കണക്ഷനായ ഒരു ഗ്രൂപ്പായി മാറണം അല്ലേ. അപ്പോൾ അത് സാമൂഹിക മൂലധനം
ആയിട്ടുള്ള ട്രസ്റ്റ് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള കണക്ഷൻ, ഏതെങ്കിലും ഒരുപാട് കാര്യങ്ങൾ, പരസ്പര അണ്ടർസ്റ്റാൻഡിങ്, അങ്ങനെയുള്ള കുറേ സോഷ്യൽ ക്യാപിറ്റൽ എലമെന്റ്സുമായി കണക്ട് ചെയ്തിട്ടാണ് അത്തരം സ്ഥാപനങ്ങൾ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ ഇപ്പം നമ്മൾ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ, ബാർ കൗൺസിൽ, ഏത് തരം ഗ്രൂപ്പുകളും ഒക്കെ എടുത്താൽ അതൊക്കെ ഇതുപോലെ പരസ്പരം കണക്ട് ചെയ്തിട്ടുള്ള ഒരു സാമൂഹിക മൂലധനത്തിന്റെ ഒരു ഭാഗമായിട്ട് അതുമായി കണക്ട് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഗ്രൂപ്പുകളും വർക്ക് ആവുന്നതെന്ന് മനസ്സിലാക്കുക. ഇപ്പം കോർപ്പറേറ്റ് മേഖല എടുത്ത് അവിടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അപ്പോൾ അത് നോക്കുവാണെങ്കിൽ ഇപ്പോൾ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി CSR എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കൊക്കെ അവരുടെ വലിയ ലാഭത്തിൽ നിന്നും ഒരു ഭാഗം ഒരു സോഷ്യൽ സർവീസിന് വേണ്ടി മാറ്റിവെക്കണം എന്നുള്ളൊരു നിയമമുണ്ട് അല്ലേ. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അതൊരു നിയമമാണ്. അപ്പം അതുകൊണ്ട് അവിടെ എന്താണ് പറയുന്നത്, ബിസിനസ് പ്രവർത്തനത്തിൽ സാമൂഹിക മൂല്യങ്ങളുമായിട്ടുള്ളൊരു കണക്ഷനാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം അതൊരു എക്സാമ്പിളായിട്ടൊന്ന് ഓർത്തു വയ്ക്കാം. ഇനി ഇത്തരത്തിൽ സോഷ്യൽ ക്യാപിറ്റൽ, അപ്പം എന്താണ് സോഷ്യൽ ക്യാപിറ്റൽ നമുക്കറിയാം അല്ലേ, പരസ്പരം ഒരു ഗ്രൂപ്പായിട്ട് ആളുകൾ പ്രവർത്തിക്കുമ്പോൾ അതിന് അവരെ കണക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് സോഷ്യൽ ക്യാപിറ്റൽ. അപ്പോൾ ഈ ഒരു സോഷ്യൽ ക്യാപിറ്റൽ ഓർഗനൈസേഷനുകൾ സമൂഹത്തിൽ, നമ്മുടെ സൊസൈറ്റിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവരുടെ പങ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ഒരു സർവീസ് അവരുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നുണ്ട്. അതായത് ആളുകളെ പൊതുപ്രശ്നത്തെ നേരിടാനെല്ലാം ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് സേവനത്തിന് വേണ്ടിയിട്ട് അല്ലേ. പല ഓർഗനൈസേഷൻസും ഒക്കെ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളെയും നേരിടാൻ വേണ്ടി ആളുകൾ ഒരുമിച്ച് ഗ്രൂപ്പുകളൊക്കെ ഫോം ചെയ്ത് പല കാര്യങ്ങളും സേവന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം അതൊരു ഉദാഹരണമാണ്. അതുപോലെ രക്ഷാധികാരി പങ്ക്, ഒരു ലാഭവും ഇല്ലാതെ പല സ്ഥാപനങ്ങളും നമ്മുടെ സൊസൈറ്റിയിലുണ്ട് അല്ലെ. ഒരു ലാഭമൊന്നും ഉദ്ദേശിക്കാതെ, സാമ്പത്തിക ലാഭമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാതൊരുവിധ ലാഭവും ഉദ്ദേശിക്കാതെ വർക്ക് ചെയ്യുന്ന ഇതുപോലെ പല സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഈ സ്ഥാപനങ്ങൾ എങ്ങനെയാണ് ഒരു ഗ്രൂപ്പായിട്ട് ഫോം ചെയ്യുക, സോഷ്യൽ ക്യാപിറ്റൽ അവിടെയും ആവശ്യമുണ്ട് അല്ലേ. അതുപോലെ അഭിഭാഷക പങ്ക്, അതായത് സാമൂഹിക പ്രശ്നങ്ങളിലേക്കും ആവശ്യങ്ങളിലേക്കൊക്കെ പൊതുജന ശ്രദ്ധ സ്വരൂപിക്കുന്നതിനും ഒക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പലപ്പോഴും കമ്മ്യൂണിറ്റികൾക്ക് ഇവരുടെ ആശങ്കകളൊക്കെ ഒരു സൊല്യൂഷനായിട്ട് ആ രീതിയിലും സോഷ്യൽ ക്യാപിറ്റൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ, അപ്പോൾ സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ, സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൻ്റെ മുകളിലാണ് പലതരത്തിലുള്ള ഓർഗനൈസേഷൻസും അതുപോലെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായി വരുന്നത്. അപ്പം ആ ഓർഗനൈസേഷൻസും ഗ്രൂപ്പുകളൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് കാര്യങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു. ആ രീതിയിൽ ഓർത്താൽ മതി. അതുപോലെ പൊതുസേവകർ അല്ലെങ്കിൽ ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകർ, പൊതുപ്രവർത്തകർ എന്നൊക്കെ പറയുമ്പോൾ, ഈ പൊതുപ്രവർത്തകർക്ക് സാമൂഹിക മൂലധനവുമായി അടുത്ത ബന്ധമുണ്ട് അല്ലേ. അവർ മറ്റു പൗരന്മാരെയൊക്കെ അപേക്ഷിച്ചിട്ട്, മറ്റുള്ള സാധാരണ ജനങ്ങളെ അപേക്ഷിച്ച് ജനങ്ങളുമായിട്ട് എപ്പോഴും ഇന്ററാക്ട് ചെയ്യുന്ന ആളുകളാണ് പൊതുസേവകർ. അപ്പോൾ ജനങ്ങളായിട്ട് ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു രീതിയിലുള്ള കണക്ഷൻ, സാമൂഹിക ക്യാപിറ്റൽ അവർക്ക് അത്യാവശ്യമാണ് അല്ലേ. അപ്പോൾ ആ രീതിയിൽ ഓർഗനൈസേഷൻസ് ഒക്കെ ആയിട്ട് ഇടപെട്ടിട്ട് പൊതുസേവകരും ഇടപെടുമ്പോൾ എപ്പോഴും ഗവൺമെന്റിന്റെ പ്രകടനം മെച്ചപ്പെടുത്താനൊക്കെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് മനസ്സിലായല്ലോ അല്ലേ. അതുപോലെ ഇപ്പോൾ നമ്മൾ സാമൂഹിക ക്യാപിറ്റൽ, സോഷ്യൽ ക്യാപിറ്റൽ എന്താണ് എന്ന് മനസ്സിലായല്ലേ. ഇനി അത് പലപ്പോഴും ഈ ഒരു സാമൂഹിക മൂലധനം എന്ന് പറയുന്നത് പൊതുസേവന വിതരണത്തിൽ, അതായത് ഒരു സോഷ്യൽ നെറ്റ്വർക്കാണ് ഈ ഒരു സോഷ്യൽ ക്യാപിറ്റൽ. അത് പലപ്പോഴും ഗ്രൂപ്പുകൾ ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയും അങ്ങനെ ഗ്രൂപ്പുകൾ ഉണ്ടാവുമ്പോൾ അത് പിന്നീട് ജനങ്ങളിലേക്കൊക്കെ സേവനങ്ങളൊക്കെ കാര്യക്ഷമമായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ എത്തിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സാമൂഹിക മൂലധനത്തിൻ്റെ ഒരു മികച്ച രീതിയിലുള്ള ഒരു ഉപയോഗമാണ് എന്താണ് സഹകരണ സംഘങ്ങൾ, സ്വയം സഹായ സംഘങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പം അത് ഓർത്തു വയ്ക്കാം. അതുപോലെ സാമൂഹിക മൂലധനം എന്ന് പറയുന്ന കാര്യം, ഈ ഒരു സാമൂഹിക മൂലധനം സോഷ്യൽ ക്യാപിറ്റൽ ഭരണം മെച്ചപ്പെടുത്താൻ പല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒന്ന്, വിശ്വാസവും സഹകരണവും ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്.
പൗരന്മാരും സർക്കാർ സ്ഥാപനങ്ങളും തമ്മിലുള്ള വിശ്വാസം പ്രോത്സാഹിപ്പിക്കാൻ ഇത്തരത്തിലുള്ള ഈ സാമൂഹിക മൂലധനത്തിന് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹകരണം, അനുസരണം, നയം നടപ്പിലാക്കലൊക്കെ വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഉയർന്ന സാമൂഹിക മൂലധനം ഉള്ളതിനാൽ പൗരന്മാര് നികുതി അടയ്ക്കാനും നിയമങ്ങൾ പാലിക്കാനും ഭരണത്തിൽ പങ്കെടുക്കാനൊക്കെ കൂടുതൽ സാധ്യതയുണ്ട്. അപ്പൊ അത് ഒരു രീതിയിൽ ഭരണത്തെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ വിവരങ്ങളുടെ ഒഴുക്ക്, ഇപ്പൊ സാമൂഹിക മൂലധനം വളർത്തിയെടുത്തിട്ടുള്ള നെറ്റ്വർക്കുകൾ സാമൂഹിക സാമ്പത്തിക ഫലങ്ങൾ മെച്ചപ്പെടുത്തുന്ന പ്രധാന വിപണിയുടെയും സാമൂഹിക വിവരങ്ങളുടെയൊക്കെ ഒഴുക്ക് സുഗമമാക്കുന്നുണ്ട്. അതായത് പലപ്പോഴും ഈ പ്രൊഫഷണൽ ബിസിനസ് അസോസിയേഷനുകൾക്കൊക്കെ നയരൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ട് പ്രശ്നങ്ങളൊക്കെ ഫലപ്രദമായ ആശയവിനിമയം നടത്താനൊക്കെ ഒരു സാമൂഹ്യ മൂലധനം എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടാണ്, അതുകൊണ്ട് തന്നെയാണ് സാധിക്കുന്നത്. അതുപോലെ പൗര പങ്കാളിത്തം, അതായത് നമ്മൾ ഈ പറഞ്ഞു സാമൂഹിക മൂലധനം കാരണമാണ് പരസ്പരം കണക്ഷനും കമ്മ്യൂണിറ്റിയും ഗ്രൂപ്പും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പം അത്തരത്തിൽ ഉയർന്ന തലത്തിലുള്ള സന്നദ്ധ പ്രവർത്തകരും ജീവകാരുണ്യ പ്രവർത്തനമൊക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ സാമൂഹിക മൂലധനം മൂലം കമ്മ്യൂണിറ്റികൾ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായി ഇതുമായി ബന്ധപ്പെട്ട് ജീവകാരുണ്യ പ്രവർത്തനവും അങ്ങനെയുള്ള പല കാര്യങ്ങളിലൊക്കെ ഇടപഴകിയിട്ടുള്ള ഒരു സമൂഹം എപ്പോഴും പൊതു ആവശ്യങ്ങളും എല്ലാം നന്നായി വ്യക്തമാക്കുന്ന സൊസൈറ്റി ആയിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ അത് പൗര പങ്കാളിത്തം വർദ്ധിപ്പിക്കും അല്ലേ. അതുപോലെ പൊതു കാര്യങ്ങളിലൊക്കെ പൗരന്മാരുടെ കൂടുതൽ ഉൾക്കൊള്ളുന്ന പങ്കാളിത്തം അത് ഭരണത്തെയും ഹെൽപ്പ് ചെയ്യും. അതുപോലെ പലപ്പോഴും ഒരു വ്യത്യസ്ത സാമൂഹിക പിളർപ്പുകളിലൊക്കെ വ്യാപിച്ചു കിടക്കുന്ന നെറ്റ്വർക്കൊക്കെ ഒരുമിപ്പിക്കാനും അധികാര സന്തുലിതാവസ്ഥയ്ക്കൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒന്നുകൂടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡെമോക്രസി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. സർക്കാരുകളൊക്കെ എന്താണ് ഒരു സർക്കാരുകളെ എപ്പോഴും നല്ല റെസ്പോൺസിബിൾ ഗവേണൻസിനൊക്കെ വേണ്ടിയിട്ട് സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളുടെയും മാധ്യമങ്ങളുടെയൊക്കെ ശേഷിയൊക്കെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഉൾക്കൊള്ളുന്ന വളർച്ച, ഇൻക്ലൂസീവ് ഗ്രോത്ത്, എപ്പോഴും ഈ ഒരു സാമൂഹിക മൂലധനം ഇൻക്ലൂസീവ് ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിനെ കൂടുതൽ ഇൻക്ലൂസീവ് ഗ്രോത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കൊക്കെ അത് അവരുടെ കഴിവുകളും അവബോധമൊക്കെ വികസിപ്പിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല രീതിയിൽ ഈ ഒരു സാമൂഹിക ക്യാപിറ്റൽ എന്ന് പറയുന്നത് രാജ്യത്തിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഗ്രൂപ്പുകൾ ഫോം ചെയ്യാനും അതേ തുടർന്ന് ഗവൺമെൻറ്റുമായിട്ടുള്ള കണക്ഷനും എല്ലാ രീതിയിലും വർദ്ധിപ്പിക്കാനും ഗവേണൻസിൻ്റെ നല്ല രീതിയിൽ നടത്തിപ്പിന് ഒരുപാട് കാര്യങ്ങൾക്ക് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കൂട്ടായ പ്രവർത്തനത്തിലുള്ളൊരു എൻകറേജ്മെന്റ് അല്ലെങ്കിൽ കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ് സോഷ്യൽ ക്യാപിറ്റൽ അല്ലേ. അപ്പോൾ സോഷ്യൽ ക്യാപിറ്റൽ ഡെവലപ്ഡ് ആയി കഴിയും തോറും, ഡെവലപ്മെന്റ് കൂടും തോറും, അത് കൂടുതൽ വർദ്ധിക്കും തോറും എന്താണ് കൂട്ടായ പ്രവർത്തനം കൂടുതൽ സൊസൈറ്റിയിൽ ഉണ്ടാവുന്നു. കൂട്ടായ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഒരു പങ്കാളിത്ത വികസനം ഉണ്ടാവുന്നു. സാമൂഹിക മൂലധനം അതിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പൗര ഇടപെടൽ, വിവേചന വിരുദ്ധ നിയമങ്ങൾ, സന്നദ്ധ പരിപാടികൾ, സുതാര്യത, അതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ സംസ്ഥാനം അതിനെ സജീവമായി വളർത്തിയെടുക്കണം എന്നുള്ളതാണ്. എങ്കിൽ മാത്രമാണ് നമ്മുടെ സിവിൽ സമൂഹത്തിന്റെ താഴെ തട്ടിലുള്ള ശ്രമങ്ങളൊക്കെ അതിനുവേണ്ടി ആവശ്യമാണെങ്കിൽ മാത്രമേ ഗ്രോത്ത് ഉണ്ടാവൂ. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഗ്രൂപ്പായിട്ട്, ഒരു ഗ്രൂപ്പിന് വേണ്ട ഒരു ഗ്രൂപ്പ് വർക്ക് ആവാൻ, ഒരു കമ്മ്യൂണിറ്റി ലെവലിൽ ഒരു ഫോർമേഷൻ ഗ്രൂപ്പ്സ് ഒക്കെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട ചില അംഗങ്ങളെ കണക്ട് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോഷ്യൽ ക്യാപിറ്റൽ ആയിട്ടുള്ള പരസ്പരമുള്ള ധാരണയും അണ്ടർസ്റ്റാൻഡിങ്ങും ട്രസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളായിട്ടുള്ള ഒരു സോഷ്യൽ ക്യാപിറ്റൽ ഉണ്ടാവും തോറും സൊസൈറ്റിയിൽ ഗ്രൂപ്പുകൾ ഫോം ചെയ്യുന്നു, പലതരം ഓർഗനൈസേഷൻസ് ഉണ്ടാവുന്നു, അസോസിയേഷൻസ് ഉണ്ടാവുന്നു, ഒരുതരം പങ്കാളിത്തം വരുന്നു സമൂഹത്തിൽ. അപ്പോൾ അത് ഡെവലപ്മെന്റിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട ഈ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളുടെ പേര്, അതുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള എങ്ങനെയൊക്കെയാണ് ഗവേണൻസിന് അത് ഹെൽപ്പ് ചെയ്യുന്നത്, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് പ്രധാനമായിട്ടും നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് സോഷ്യൽ ക്യാപിറ്റൽ എന്നുള്ള ഭാഗം കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സും കുറച്ച് കാര്യങ്ങളും നോക്കിയാൽ മതി. യെസ്, ഇനി അടുത്ത ടോപ്പിക്ക് നമുക്ക് ലോക്കൽ ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്നുള്ളതാണ് അടുത്ത ടോപ്പിക്ക്. ഇത്രയും ഭാഗം മനസ്സിലായല്ലോ അല്ലേ. ഇനി നമുക്ക് ലോക്കൽ ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കാനുള്ള ടോപ്പിക്ക്.
നമ്മൾ അടുത്ത ടോപ്പിക്ക് നോക്കാനുള്ളത് ലോക്കൽ ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്നുള്ളതാണ്. ലോക്കൽ ഇക്കണോമിക് ഡെവലപ്മെന്റ്. അപ്പോൾ ഇക്കണോമിക് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ കുറേ ക്ലാസ്സസിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണെങ്കിലും പലതരത്തിലുള്ള റൂറൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഈ ലോക്കൽ ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ പ്രാദേശികമായിട്ടുള്ള സാമ്പത്തിക വികസനം. അപ്പോൾ പല സമയങ്ങളിലായിട്ട് നമ്മൾ റൂറൽ ഇക്കണോമിയെ കുറിച്ചും എല്ലാം ഡിസ്കസ് ഉള്ളതാണ്. അപ്പോൾ റൂറൽ ഇക്കണോമിയുടെ ഒക്കെ ഒരു ഡെവലപ്മെന്റ് ആണ് ഈ ഒരു ലോക്കൽ ഇക്കണോമിക് ഡെവലപ്മെന്റിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ഒരു പ്രാദേശിക സാമ്പത്തിക വികസനം എന്ന് പറയുന്നത് വ്യക്തികളുടെ മാത്രമല്ല സുസ്ഥിരമായിട്ടുള്ളൊരു സാമ്പത്തിക വളർച്ചയും മെച്ചപ്പെട്ട ജീവിതമൊക്കെ ഈ ഒരു ലോക്കലായിട്ടുള്ള ഒരു പ്രാദേശികമായിട്ടുള്ള തലത്തിൽ കൂടെ ഡെവലപ്മെന്റ്. ഇപ്പം ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരുപാട് ഡെവലപ്ഡ് രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ വലിയ വലിയ സിറ്റീസും അവിടെയുള്ള ഫെസിലിറ്റീസും ഒക്കെയാണ് ഓർമ്മ വരുന്നത് അല്ലേ. അപ്പോൾ അവിടെയുള്ള ലോക്കലായിട്ടുള്ള സ്ഥലങ്ങളിൽ, പ്രാദേശികമായിട്ടുള്ള സ്ഥലങ്ങളിലെ അവസ്ഥ എന്താണെന്നുള്ളത് കൂടെ കൃത്യമായി നോക്കിയാലാണ് നമുക്ക് എപ്പോഴും ഒരു രാജ്യം ഡെവലപ്ഡ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ. ഇപ്പം കുറച്ച് സിറ്റീസിൽ കുറച്ച് ഗ്രോത്തും കുറച്ച് ഡെവലപ്മെന്റും കുറച്ച് മാറ്റങ്ങളും വന്നു, പക്ഷേ ബാക്കിയുള്ള ആളുകളുടെയൊക്കെ അവസ്ഥ ഭയങ്കര പോവർട്ടി ആണെങ്കിൽ നമുക്കത് ഡെവലപ്ഡ് ആയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും ലോക്കൽ ഇക്കണോമിക് ഡെവലപ്മെന്റ് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ഇക്കണോമിക് ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ. അപ്പോൾ ലോക്കൽ ഇക്കണോമിക് ഡെവലപ്മെന്റ്, പ്രാദേശിക സാമ്പത്തിക വികസനം എന്ന് പറയുമ്പോൾ വ്യക്തികളുടെയും അല്ലെങ്കിൽ കുറച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ, ബേസിക് നീഡ്സ്, കുറച്ച് കാര്യങ്ങൾ നേടി എന്നുള്ളതിനെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു സുസ്ഥിരമായിട്ടുള്ള സാമ്പത്തിക വളർച്ച, ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു ഒരു ഗ്രോത്തും എക്കണോമിക് ഗ്രോത്തും അതോടൊപ്പം തന്നെ എക്കണോമിക് ഡെവലപ്മെന്റും അതുപോലെ തന്നെ മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കുക, അതൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ ഡെഫിനറ്റ്ലി അപ്പോൾ നമ്മൾ ലോക്കൽ ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ അതെപ്പോഴും ഗ്രാമപഞ്ചായത്തുകളൊക്കെ കേന്ദ്രീകരിച്ചിട്ടുള്ള വികസനമായിരിക്കും. അപ്പോൾ അഭിവൃദ്ധി അങ്ങനെ ലോക്കൽ ഇക്കണോമിക് ഡെവലപ്മെന്റ് വേണമെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് എന്താ വേണ്ട? തൊഴിൽ വേണം, വരുമാനം വേണം. അപ്പോൾ ലോക്കൽ ഇക്കണോമിക് ഡെവലപ്മെന്റ് ആകുമ്പോൾ അത് ഗ്രാമപഞ്ചായത്തുകൾക്കാണ് ചെയ്യാൻ സാധിക്കുന്നത് അല്ലേ. അപ്പോൾ ഗ്രാമപഞ്ചായത്തുകളിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ സംരംഭകത്വം, ഒറ്റയ്ക്ക് സംരംഭങ്ങൾ തുടങ്ങാനുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, സാമ്പത്തിക വളർച്ചയ്ക്ക് കൂടുതൽ അവസരങ്ങൾ കൂട്ടിച്ചേർക്കുക, ഇതൊക്കെയാണ് ഈ ഒരു ലോക്കൽ ഇക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടി മെയിൻ ആയിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ നമ്മുടെ ഭരണഘടന എടുത്തു കഴിഞ്ഞാൽ അതിൽ 73-ാം ഭേദഗതിയിൽ പറഞ്ഞിരിക്കുന്ന ലക്ഷ്യങ്ങളിൽ ഒന്ന് എന്താണ്? പ്രാദേശിക സാമ്പത്തിക വികസനം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ പ്രാദേശിക സാമ്പത്തിക വികസനത്തിന് പ്രകൃതി വിഭവങ്ങളിൽ നിന്നുള്ള സാധ്യതകൾ നമുക്ക് ഒരുപാട് ഉപയോഗിക്കാൻ പറ്റും. പ്രാദേശിക സാമ്പത്തിക വികസനം എന്ന് പറയുമ്പോൾ ലോക്കൽ, പ്രാദേശികമായിട്ടുള്ള ഏരിയകൾ, ഗ്രാമീണമായിട്ടുള്ള ഏരിയകൾ. അപ്പോൾ അവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് പ്രകൃതിയിൽ നിന്നുള്ള വിഭവങ്ങളാണ് അല്ലേ, പ്രകൃതി വിഭവങ്ങളാണ്. അപ്പോൾ അത് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ലോക്കൽ ഇക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് പ്രകൃതി വിഭവങ്ങളിൽ നിന്നുള്ള സാധ്യതകൾ ഉപയോഗിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ കൃഷിഭൂമി, ജലാശയങ്ങൾ, വനം, മൃഗസംരക്ഷണം എന്നിവയിൽ നിന്നൊക്കെയുള്ള ഉൽപ്പാദനത്തിൻ്റെയും വൈവിധ്യത്തിൻ്റെയും സാധ്യതകൾ നമുക്ക് പട്ടികപ്പെടുത്താം, അത് പ്രയോജനപ്പെടുത്താം, അത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കൃഷിഭൂമിയും ജലാശയങ്ങൾ, വനം, മൃഗസംരക്ഷണം, അവിടെ നിന്നൊക്കെ ഒരുപാട് സ്കോപ്പ് ഉണ്ട് അല്ലേ. അതുപോലെ ജലസേചനം, കൃത്യമായ കൃഷി, പോളി ഹൗസുകൾ, സംയോജിത പോഷകങ്ങൾ, കീടജല പരിപാലനം, കോൾഡ് സ്റ്റോറേജ്, ഗോഡൌണുകൾ, അതുപോലെ ആധുനിക കൃഷി സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ച് ഉൽപാദനക്ഷമത നമുക്ക് കൂടുതൽ വർദ്ധിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ജലസേചനത്തിലും ഇങ്ങനെയുള്ള കൃഷിയിൽ എപ്പോഴും നമ്മൾ കൃത്യമായിട്ടുള്ള കൃഷി രീതികൾ, കൃത്യമായിട്ടുള്ള ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള കൃഷി രീതികളും കോൾഡ് സ്റ്റോറേജ്, ഈ ഉൽപ്പന്നങ്ങൾ എവിടെ സ്റ്റോർ ചെയ്യും എന്നുള്ളതൊരു വലിയൊരു പ്രശ്നമാണ് പ്രാദേശിക വികസനവുമായി ബന്ധപ്പെട്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിലൊക്കെ ഒരു ആധുനികവൽക്കരണം കൊണ്ടുവന്നാൽ തന്നെ വലിയൊരു അളവിൽ നമുക്ക് ലോക്കൽ ഇക്കണോമിക് ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഈ ഇൻപുട്ടുകളൊക്കെ നമുക്ക് കാർഷിക വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനൊക്കെ കാരണമാവും. ഓക്കെ. നമുക്കൊരു വലിയൊരു എക്സാമ്പിൾ ഉണ്ട് അതിന്, അമൂൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പാൽ ഉൽപാദക രാജ്യമായിട്ട് ഇന്ത്യയെ മാറ്റിയത് അമൂലാണ്. അപ്പം അമൂൽ എന്ന് പറയുമ്പോൾ അമൂൽ പാൽ സംസ്കരണ സാങ്കേതിക വിദ്യയിലും വിപണന രംഗത്തുമൊക്കെ ലോകത്തെ തന്നെ മുൻനിരയിലുള്ളതായിട്ടുള്ളതാണ് അമൂൽ എന്ന് പറയുന്നത്. അപ്പം അമൂൽ എവിടെയാണ് തുടങ്ങിയത്? അതൊരു ഗ്രാമത്തിൽ നിന്നാണ് അല്ലേ, ഒരു ഗ്രാമീണമായിട്ടുള്ളൊരു സ്റ്റാർട്ടിങ് ആയിരുന്നു. അവിടെ നിന്നാണ് ഇത്രയും വലിയൊരു ഗ്രോത്ത് ഉണ്ടായത്. അപ്പം അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കാൻ സാധിക്കും.
അപ്പോൾ അതിന് സാധിക്കും എന്നുള്ളതുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇതുപോലെ അമൂലിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മുടെ രാജ്യത്ത് ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ കൊണ്ടുവരാൻ പറ്റും. അതിനിപ്പോൾ നമുക്ക് വേണ്ടത് ആധുനിക വിദ്യയും കൂടെ ഇതിലേക്ക് കൊണ്ടുവന്ന് മാക്സിമം രീതിയിൽ കോൾഡ് സ്റ്റോറേജ് ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ അല്ലെങ്കിൽ ആധുനിക വിദ്യ ഉപയോഗിച്ച് ഇതിൻ്റെ ബൈ പ്രൊഡക്ട്സ് വളരെ നല്ല രീതിയിലുള്ള ബൈ പ്രൊഡക്ട്സ് കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മുടെ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളിൽ നിന്നും ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് ഡിഫറെൻ്റ് ആയിട്ടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ലോക്കൽ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിന് നമുക്ക് വേറൊരു രീതിയിൽ തന്നെ വളരെ വലിയൊരു ലാർജ് സ്കെയിലിലേക്ക് മാറ്റാൻ സാധിക്കും. അതുപോലെ മറ്റു കാര്യങ്ങൾ ഇപ്പം ഒരു വിഭവങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നോക്കിയല്ലേ. ഇനി അതല്ലാതെയുള്ള മറ്റു നടപടികൾ എന്ന് പറയുമ്പോൾ വിശ്വസനീയമായിട്ടുള്ള വൈദ്യുതി, വെള്ളം, ഖരദ്രാവ മാലിന്യങ്ങളൊക്കെ സുരക്ഷിതമായി സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ, അതുപോലെ ചെറുകിട വ്യവസായ പാർക്കുകൾ, ലോക്കൽ ഇക്കണോമിക് ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് ചെറുകിട വ്യവസായ പാർക്കുകളൊക്കെ നമുക്ക് പ്രാദേശികമായി സ്ഥാപിക്കുക എന്നുള്ളത്. അതുപോലെ സ്കൂളുകളായിട്ടും PHCകളൊക്കെ സ്കൂളുകൾ ഉണ്ടാവും അല്ലെ, ഗ്രാമപ്രദേശങ്ങളിൽ സ്കൂളുകളുണ്ട്, PHCകൾ ഉണ്ടാവും, പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ. അവിടെ ചേർന്ന് നമുക്ക് ഗുണനിലവാര നിയന്ത്രണ ലബോറട്ടറികൾ സുഗമമാക്കാൻ പറ്റും, ഗുണനിലവാരം നോക്കുന്നത്. അതുപോലെ ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ ഒരു ബ്രാൻഡിനൊപ്പം പൊതുവായ പാക്കേജ് സൗകര്യങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സജഷൻസ് ആണ് ലോക്കൽ ഇക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്. അതുപോലെ പോളിടെക്നിക്കുകളും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജും ഒക്കെ ആയിട്ട് ഫുഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഒക്കെ ബന്ധിപ്പിച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളോ പോളിടെക്നിക് സ്ഥാപനങ്ങളോ ഫുഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ആയിട്ട് ബന്ധിപ്പിച്ച് കഴിഞ്ഞ് ഈ ഒരു സൗകര്യങ്ങളൊക്കെ ഇൻക്യുബേഷൻ സെന്ററുകളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പരസ്പരം കണക്ട് ചെയ്ത് സ്കൂളും PHCയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവിടെ അവൈലബിൾ ആയിട്ടുള്ള കോളേജസ് അങ്ങനെയൊക്കെ പരസ്പരം കണക്ട് ചെയ്തിട്ട് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ പ്രാദേശിക സംരംഭങ്ങളിലൂടെയും പ്രാദേശിക സഹകരണ ബാങ്കുകളെ സ്വാധീനിച്ചു പ്രാദേശിക ഉപഭോഗ ആവശ്യങ്ങൾ നിറവേറ്റാം. അത് പലയിടത്തും ചെയ്യുന്നതാണ് അല്ലേ, പല പഞ്ചായത്തുകളും ചെയ്യുന്ന കാര്യങ്ങളാണ്. പ്രാദേശികമായിട്ടുള്ള സംരംഭങ്ങൾ, പ്രാദേശികമായിട്ടുള്ള സഹകരണ ബാങ്കുകളെയൊക്കെ സ്വാധീനിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കും. അതുപോലെ കാർഷിക മേഖലയിൽ യന്ത്രവൽക്കരണം ആരംഭിക്കുക, പ്രാദേശിക തൊഴിലവസരങ്ങൾക്കായി ലേബർ ബാങ്ക് സൃഷ്ടിക്കാൻ സാധിക്കും. പ്രാദേശികമായിട്ട് തൊഴിലവസരങ്ങൾക്ക് വേണ്ടിയിട്ട് ലേബർ ബാങ്കുകൾ, അപ്പോൾ പലപ്പോഴും അവൈലബിൾ ആവുന്ന തൊഴിൽ എങ്ങനെയാണ്, അങ്ങനെയുള്ള ഈ തൊഴിൽ അന്വേഷകർക്ക് തൊഴിൽ ലഭിക്കാനും അതുപോലെ തന്നെ തൊഴിലാളികളെ വേണ്ട ആളുകൾക്ക് ലഭിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും പ്രാദേശികമായിട്ട് അത് ചെയ്തു കഴിഞ്ഞാൽ. പലപ്പോഴും ഓപ്പർച്യൂണിറ്റീസിൻ്റെ അവൈലബിലിറ്റിയും അത് എവിടെയാണ് അവൈലബിൾ ആവുന്നതൊക്കെ അറിയാത്തതിൻ്റെ വളരെ വലിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അല്ലേ. അപ്പം അതിനൊരു സൊല്യൂഷൻ ആവും. അതുപോലെ കാർഷിക മേഖലയിലെ ആധുനികവൽക്കരണം നമ്മൾ പറഞ്ഞപ്പോൾ അതിലെല്ലാം ഇൻക്ലൂഡഡ് ആണ്. പ്രത്യേകം നമുക്ക് യന്ത്രവൽക്കരണം ചെയ്യണം എന്നുള്ളത് വീണ്ടും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ സ്വയം സഹായ സംഘം, എഗെയിൻ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ലേ, കുടുംബശ്രീയുടെ ബന്ധപ്പെട്ട ക്ലാസ്സിൽ പോവർട്ടി എലിവിയേഷൻ ആണെങ്കിലും ഗ്രാമപ്രദേശത്തെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ളൊരു സൊല്യൂഷൻ തന്നെയാണ് സ്വയം സഹായ സംഘങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ അയൽപ്പക്കത്തുള്ള സ്ത്രീകളുടെയും പുരുഷന്മാരുടെയൊക്കെ സ്വയം സഹായ സംഘങ്ങൾ കെട്ടിപ്പടുക്കുന്നത് വളരെയധികം ലോക്കൽ ഇക്കണോമിക് ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ മൈക്രോ ഫിനാൻസ്, ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കൽ, ബാങ്കുകളായിട്ടുള്ള ബന്ധം, ഇതിനൊക്കെ ഇത് വളരെയധികം സ്വയം സഹായ സംഘങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു വലിയൊരളവിൽ നമുക്കൊരു ലോക്കൽ ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്നുള്ളൊരു കാര്യത്തിന് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതാണ് നമ്മൾ ലോക്കൽ ഇക്കണോമിക് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പം അത്രയും മനസ്സിലായല്ലോ. അടുത്തത് ഗ്രാമീണ സംരംഭങ്ങൾ. അപ്പം അടുത്ത ടോപ്പിക്കാണ്. അപ്പം നമ്മൾ സോഷ്യൽ ക്യാപിറ്റൽ ഡെവലപ്മെൻറ്റ് എന്നുള്ള ടോപ്പിക്ക് നോക്കി, അതുപോലെ ലോക്കൽ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് നോക്കി. ഇനി
ഈ മെയിൻസിലെ തന്നെ പേപ്പർ 2 ടോപ്പിക്കാണ് റൂറൽ എന്റർപ്രൈസസ് അഥവാ ഗ്രാമീണ സംരംഭങ്ങൾ. അപ്പോൾ ലോക്കൽ എക്കണോമിക് ഡെവലപ്മെന്റിൽ നമ്മൾ പറഞ്ഞു ഗ്രാമീണ സംരംഭങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം, ഗ്രാമീണ മേഖലയിൽ സംരംഭങ്ങൾ വരണം. അപ്പം ഗ്രാമീണ സംരംഭങ്ങൾ എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കാണ് പിന്നീട് നമുക്കിതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ് ഗ്രാമീണ സംരംഭം എന്ന് പറയുമ്പോൾ ഗ്രാമീണ മേഖലയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് നമ്മൾ ഗ്രാമീണ സംരംഭം എന്നുള്ള ഉദ്ദേശിക്കുന്നത് അല്ലേ. ഇപ്പോൾ കർഷകരും മത്സ്യത്തൊഴിലാളികൾ, ടൂർ ഗൈഡുകൾ, അങ്ങനെയുള്ള പലരും അവരൊക്കെ സ്ഥാപിക്കുന്ന തരത്തിലുള്ള സംരംഭങ്ങളാവാം അല്ലേ, അവരുടെയൊക്കെ നേതൃത്വത്തിലുള്ള സംരംഭങ്ങളാവാം. ഭരണഘടനയുടെ 43-ാം അനുച്ഛേദം ഗ്രാമീണ കുടിലധിഷ്ഠിത സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സംസ്ഥാനം നടപടികൾ സ്വീകരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഭരണഘടനയുടെ 43-ാം അനുച്ഛേദത്തിൽ അത് പറയുന്നുണ്ട്. ഇനി ഗ്രാമീണ സംരംഭം എന്ന് പറയുമ്പോൾ 2 തരത്തിലുള്ള ഗ്രാമീണ സംരംഭങ്ങളുണ്ട്. ഉടമസ്ഥാവകാശം വെച്ചിട്ട് നമ്മൾ ഉടമസ്ഥാവകാശത്തിന്റെ ബേസിസിൽ 2 തരത്തിലുള്ള ഗ്രാമീണ സംരംഭങ്ങളുണ്ട്. അപ്പോൾ മെയിൻലി റൂറൽ എന്റർപ്രൈസസ് എന്ന് പറയുമ്പോൾ, റൂറൽ എന്റർപ്രൈസസ് അല്ലെങ്കിൽ ഗ്രാമീണ സംരംഭങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്, ഗ്രാമപ്രദേശങ്ങളിലുള്ള സംരംഭങ്ങൾ എന്നാണ് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ അതിന് 2 തരത്തിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെ, നമ്മൾ അതിൻ്റെ ഉടമസ്ഥാവകാശത്തിന്റെ ബേസിസിലാണ് 2 തരത്തിൽ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഉടമസ്ഥാവകാശം ഒറ്റയ്ക്ക്, ഇപ്പം നേരത്തെ പറഞ്ഞു കർഷകരോ അങ്ങനെയുള്ള ഒറ്റയ്ക്കാണ് ആളുകൾ നടത്തുന്നതെങ്കിൽ അതിനെ നമ്മൾ ആ രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നു ഗ്രൂപ്പായിട്ട്. അതാണ് സ്വയം സഹായ ഗ്രൂപ്പുകൾ. ഇപ്പോൾ സ്വയം സഹായ സംഘം അല്ലെങ്കിൽ അതുപോലെയുള്ള കുടുംബശ്രീ തുടങ്ങിയ ഉദാഹരണങ്ങൾ വെക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഇത്തരത്തിൽ സ്വയം സഹായ സംഘങ്ങൾക്ക് എങ്ങനെയാണ് അവർക്ക് സംരംഭങ്ങൾ അവർ ഒരുമിച്ച് സംരംഭങ്ങൾ തുടങ്ങാറുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ ഗ്രൂപ്പായിട്ടുള്ള സംരംഭകത്വമാണ്. സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന സംരംഭങ്ങളാണെങ്കിലും അങ്ങനെയുള്ളതൊക്കെ ഗ്രൂപ്പ് സംരംഭകത്വമാണ്. അപ്പോൾ 2 രീതിയിലും ഗ്രാമീണ മേഖലയിൽ റൂറൽ എന്റർപ്രൈസസ് ആയിട്ട് 2 രീതിയിലും ഉള്ള സംരംഭങ്ങളും ഉണ്ട്. ഇനി നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ ഗ്രാമീണ സംരംഭങ്ങൾ അല്ലെങ്കിൽ സംരംഭകത്വത്തിന്റെ പ്രാധാന്യം നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ, ഒന്ന് വിഭവ വിനിയോഗം. അതായത് ഗ്രാമീണ സംരംഭങ്ങൾ കൊണ്ടുള്ള ഗുണങ്ങൾ, അതിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ അത് വേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന് നോക്കുകയാണെങ്കിൽ വിഭവ വിനിയോഗം എന്ന് പറഞ്ഞാൽ അതായത് ഗ്രാമീണ സംരംഭങ്ങൾ അസംസ്കൃത വസ്തുക്കളും തൊഴിലാളികളും പോലുള്ള പ്രാദേശിക വിഭവങ്ങളുടെ ഉചിതമായ വിനിയോഗം ഉൽപാദന ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഗ്രാമീണ സംരംഭങ്ങളിലാണ് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലുള്ള പല അസംസ്കൃത വസ്തുക്കളും അതുപോലെ അവിടെ തൊഴിലില്ലാത്ത ആളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അവരെയൊക്കെ പ്രാദേശികമായ വിഭവങ്ങളുടെ ഉചിതമായ വിനിയോഗം അവരുടെ ഉൽപാദനത്തിനായി അവിടെയുള്ള തൊഴിലാളികളെയും അസംസ്കൃത വസ്തുക്കളെയൊക്കെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, വിഭവങ്ങൾ അവിടെ അല്ലെങ്കിൽ ഗ്രാമത്തിലുള്ള ഗ്രാമീണ മേഖലയിലുള്ള പല വിഭവങ്ങളും അതൊരു പക്ഷെ ഒരു സംരംഭമായി നല്ലൊരു പ്രോഡക്റ്റായി എത്തുന്നതിന് ഇല്ലാതെയായി പോകുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. അപ്പം വിഭവങ്ങളുടെ കൃത്യമായ ഉപയോഗം ഗ്രാമീണ സംരംഭങ്ങളിൽ ഉണ്ടാവുന്നുണ്ട്. ഇപ്പം തേങ്ങാപ്പാല്, വെളിച്ചെണ്ണ എന്നിവയുടെ ഉൽപാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഗ്രാമീണ കർഷക ഉൽപാദന കമ്പനികൾ എന്നുള്ളതൊരു ഉദാഹരണമാണ്. അതുപോലെ തൊഴിൽ സൃഷ്ടിക്കൽ. ഇപ്പം ഗ്രാമീണ വ്യവസായങ്ങൾ വലിയൊരളവിൽ ഗ്രാമീണർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രാമങ്ങളിലുള്ള റൂറൽ എന്റർപ്രൈസസ് ആകുമ്പോൾ അവിടെയാണ് അവർ തന്നെ അല്ലേ, അവിടെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ പലപ്പോഴും തൊഴിൽ അന്വേഷിച്ച് പുറത്തേക്ക് പട്ടണങ്ങളിലേക്ക് പോവേണ്ട ഒരവസ്ഥയാണുള്ളത്. അപ്പോൾ പലപ്പോഴും അത് പോകാൻ പറ്റാത്ത ആളുകൾ തൊഴിലില്ലായ്മ എന്നുള്ള രീതിയിൽ തൊഴിലില്ലാത്ത രീതിയിൽ ജീവിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അവിടെ തന്നെ സംരംഭങ്ങൾ വരുമ്പോൾ ഗ്രാമീണ മേഖലയിൽ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു വലിയൊരു ഹെൽപ്പാണ്. ഇപ്പം അതിനുള്ള എക്സാമ്പിൾ ആയിട്ടുള്ളൊരു കമ്പനിയെ പല കമ്പനികളും നമുക്ക് നമ്മുടെ രാജ്യത്ത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് ഗ്രാമീണ ജനതയുടെ കുടിയേറ്റം കുറയ്ക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാമീണ സംരംഭകത്വം ഉണ്ടാകുമ്പോൾ അവിടെ തന്നെ തൊഴിലിന് ആവശ്യം വരുന്നു, അവിടെ നിന്ന് തന്നെ തൊഴിലാളികളെ എടുക്കുന്നു. അപ്പം അതുകൊണ്ട് പലപ്പോഴും ഇവിടെ നിന്നും തൊഴിലന്വേഷിച്ച് ഗ്രാമങ്ങളിൽ തൊഴിലില്ലാതെ തൊഴിലന്വേഷിച്ച് നഗരങ്ങളിലേക്ക് കുടിയേറുന്നതും ജോലി തേടി പോകുന്നതും ഒക്കെ നിരുത്സാഹപ്പെടുത്തുന്നു. അങ്ങനെ ഗ്രാമങ്ങളിൽ തന്നെ അത് ആക്റ്റീവായിട്ട് എക്കണോമിക് ആക്ടിവിറ്റീസ് നടക്കുന്നു, കുടിയേറ്റം കുറയ്ക്കുകയും ചെയ്യുന്നു. അതുപോലെ കലാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ പ്രോത്സാഹനം. ഇപ്പോൾ സംരംഭകത്വത്തിലൂടെ പലപ്പോഴും ഗ്രാമീണ സംരംഭകത്വത്തിൽ കരകൗശല വസ്തുക്കളെയും കലയെയെല്ലാം സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മുടെ ഗ്രാമീണ ഇന്ത്യയുടെ സമ്പന്നമായിട്ടുള്ള ഒരു പൈതൃകം സംരക്ഷിക്കപ്പെടുന്നുണ്ട് ഇവിടെ. അപ്പോൾ അതിനൊരു ഉദാഹരണമാണ് ഇപ്പം ഈ മധുബനി പെയിന്റിങ്ങിൻ്റെ ഒക്കെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിട്ടുള്ള സംരംഭങ്ങളുണ്ട്.
അപ്പോൾ അത് ഈ ഒരു തരത്തിൽ നമ്മുടെ ഗ്രാമീണ ഇന്ത്യയുടെ നമ്മുടെ പൈതൃകമൊക്കെ സംരക്ഷിക്കപ്പെടുന്നു. അതേസമയം അത് പല രീതിയിൽ കൾച്ചറൽ കാര്യങ്ങൾ, കൾച്ചറൊക്കെ പ്രൊട്ടക്റ്റഡ് ആവുന്നു ചെയ്യുന്നു. അതേസമയം അത് എന്താണ്, സംരംഭകത്വത്തിലൂടെ കരകൗശല വസ്തുക്കളെയും കലയെയൊക്കെ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്യുന്നു. അപ്പം അത് ഈ ഒരു ഗ്രാമീണ സംരംഭങ്ങളുടെ മാത്രം ഒരു പ്രത്യേകതയാണ്, ഒരേ സമയം നമ്മുടെ പൈതൃകവും സംരക്ഷിക്കുന്നു എന്നുള്ളത്. അതുപോലെ സാമൂഹിക തിന്മകൾ പരിശോധിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ ഗ്രാമീണ സംരംഭങ്ങളുടെ വളർച്ച, നഗരങ്ങളുടെ അസമമായ വളർച്ച, ചേരികളുടെ വർധനവ്, സാമൂഹിക സംഘർഷങ്ങൾ അതൊക്കെ കുറയ്ക്കും. അതായത് ഗ്രാമങ്ങളിൽ തന്നെ സംരംഭങ്ങൾ ഉണ്ടാവുമ്പോൾ പലപ്പോഴും ഗ്രാമങ്ങളിൽ നിന്ന് ഒരുപാട് പേര് നഗരങ്ങളിലേക്ക് കുടിയേറുന്നു. അപ്പോൾ അവിടെ ഉണ്ടാവുമ്പോൾ അവിടെയും വളരെ ചെറിയ തോതിലുള്ള ജോലികൾ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഒരു താമസ സ്ഥലം ഒന്നും ഇല്ലാത്ത സാഹചര്യങ്ങളിൽ ഇത്തരത്തിൽ കുടിയേറുന്ന ആളുകളാണ് പലപ്പോഴും ചേരികളായിട്ട് പിന്നീട് മാറുന്നതും അവിടെ സാമൂഹിക സംഘർഷങ്ങൾ ഉണ്ടാവുന്നതും. നഗരങ്ങളിൽ ഫൈനാൻഷ്യലി നല്ല രീതിയിൽ ഇരിക്കുന്ന ആളുകളുടെ വളർച്ചയും ഇവിടെ ഇതുപോലെ കുടിയേറുന്ന ആളുകൾ അവർക്ക് അവിടെ ജോലി ലഭിക്കാൻ ആവശ്യമായ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത സാഹചര്യങ്ങളിൽ അവിടെ ഒരു ഇക്വാലിറ്റി ഉണ്ടാവാത്തൊരവസ്ഥ വരുന്നു. സോ ഇപ്പം സാമൂഹിക സംഘർഷങ്ങൾ ഉണ്ടാവുന്നു, സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, പരിസ്ഥിതി മലിനീകരണം അങ്ങനെയൊക്കെ നഗരങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളെല്ലാം കുറയ്ക്കാൻ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? ഇത്തരത്തിലുള്ള സാമൂഹിക തിന്മകൾ പലപ്പോഴും പരിശോധിക്കപ്പെടുന്നു അല്ലെങ്കിൽ കുറയ്ക്കാനുള്ളൊരു കാരണമായിട്ട് ഇത്തരത്തിൽ ഗ്രാമങ്ങളിൽ തന്നെ സംരംഭങ്ങളും ജോലികളും ആളുകൾക്ക് ലഭിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ ഇതുപോലെ ലിറ്ററസി ഒക്കെ കുറഞ്ഞിട്ട് അങ്ങോട്ട് കുടിയേറി ജോലിക്ക് വേണ്ടി കുടിയേറി പിന്നീട് അവിടെ ചേരികളിലൊക്കെ ആയിട്ട് മാറുന്ന മനുഷ്യരുടെ എണ്ണം കുറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇവിടെ അത്തരത്തിലുള്ള സാമൂഹിക തിന്മകളെ തടയാനൊക്കെ വളരെയധികം ഉപകാരപ്രദമാവുന്നുണ്ട്. അതുപോലെ ഗ്രാമീണ യുവാക്കളുടെ പ്രോത്സാഹനം. ഇപ്പോൾ ഗ്രാമീണ സംരംഭകത്വത്തിന് ഗ്രാമീണ യുവാക്കളെ പ്രോത്സാഹിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എന്താണ്, സംരംഭകത്വം സ്വീകരിക്കുന്നതിനും അതൊരു തൊഴിലായി പ്രോത്സാഹിപ്പിക്കുന്നതിനൊക്കെയുള്ള നിരവധി വഴികളൊക്കെ അവിടെ സാധിക്കുന്നു. ഗ്രാമീണ യുവാക്കൾക്ക് അത് വലിയ ഹെൽപ്പായിരിക്കും അല്ലേ. അതുപോലെ സ്ത്രീകളുടെയും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെയും സാമൂഹിക ശാക്തീകരണം അവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഗ്രാമീണ വ്യവസായങ്ങൾ സ്ത്രീകളുടെയും സമൂഹത്തിലെ മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെയൊക്കെ ശാക്തീകരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം സ്വയം സഹായ സംഘത്തിൻ്റെയൊക്കെ ബേസിസിലുണ്ടാവുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ അവർക്ക് തൊഴിലുറപ്പ് നൽകുന്നു, തൊഴിൽ ലഭിക്കുന്നു, സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകുന്നു. ഇപ്പോൾ ലിജത്ത് പപ്പഡ് എൻ്റർപ്രൈസസ് കുറച്ച് പോപ്പുലർ ആണ് അല്ലേ, കേട്ടിട്ടുണ്ടോ? അപ്പോൾ 40,000 സ്ത്രീകൾക്കാണ് തൊഴിൽ നൽകുന്നത്. അപ്പം അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള കാര്യങ്ങൾ റൂറൽ എൻ്റർപ്രൈസസിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നുണ്ട്. ഇനി നമ്മൾ പറഞ്ഞു ഗ്രാമീണ സംരംഭകരുടെ അതുകൊണ്ടുള്ള ഗുണങ്ങൾ. ഇനി അവർ നേരിടുന്ന വെല്ലുവിളികൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഒന്ന്, പൊരുത്തമില്ലാത്ത വിപണി ബന്ധങ്ങൾ. ഇപ്പോൾ ഗ്രാമീണ സംരംഭകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ലോജിസ്റ്റിക് സൗകര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അത് പല രീതിയിലും അത് അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ എൻ്റർപ്രൈസ് സംരംഭകത്വത്തെക്കുറിച്ചുള്ള പലപ്പോഴും വൈദഗ്ധ്യവും ധാരണയും ഇല്ലായ്മ എന്നുള്ളൊരു പ്രശ്നവും നേരിടുന്നുണ്ട്. ഗ്രാമീണ സംരംഭകർക്ക് അവരുടെ ബിസിനസ് നവീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സംരംഭക വൈദഗ്ധ്യം പലപ്പോഴും ലഭിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നവും ഉണ്ട്. അതുപോലെ നഗരവിപണികളിൽ നിന്നുള്ള കടുത്ത മത്സരം. ഇപ്പോൾ പ്രവർത്തന മൂലധനത്തിന്റെ മികച്ച ലഭ്യത, ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയിലേക്കുള്ള പ്രവേശനം, ഉൽപ്പന്ന ശ്രേണിയെ പരിവർത്തനം ചെയ്യാനുള്ള കഴിവ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നഗരത്തിലുള്ള സംരംഭകരായിട്ടുള്ള ആളുകൾക്ക് ഉണ്ട് അല്ലേ. അപ്പം അതുമായി ബന്ധപ്പെടുത്തി നോക്കുവാണെങ്കിൽ ഗ്രാമത്തിലുള്ള ആളുകൾക്ക് അത്രയും അതുപോലെ വലിയ വലിയ ബ്രാൻഡുകളായിട്ട് മത്സരിക്കാനും ഒന്നും അവർക്ക് സാധിക്കില്ല. അപ്പം അതുമായി ബന്ധപ്പെട്ട് നഗരവിപണികളിൽ നിന്നുള്ള മത്സരം വളരെയധികം ഇവരെ ദോഷകരമായ രീതിയിൽ ബാധിക്കുന്നുണ്ട്. അതുപോലെ പ്രബലമായിട്ടുള്ള സാമൂഹികവും ലിംഗാധിഷ്ഠിതമായിട്ടുള്ള പക്ഷപാതങ്ങൾ. ഇപ്പോൾ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളും സ്ത്രീകളും ഒക്കെ നടത്തുന്ന ഇപ്പം ഗ്രാമീണ സംരംഭങ്ങൾ പലപ്പോഴും വിവേചനങ്ങൾ, ഇപ്പം പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, ജാതിയുടെ ബേസിസിലോ അല്ലെങ്കിൽ അതിൽ സ്ത്രീകൾ നടത്തുന്ന സംരംഭങ്ങൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ അവിടെ ഒരു പക്ഷപാതങ്ങൾ നടപ്പിലാവുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ആ രീതിയിലുള്ള ഡിവിഷൻസ് ഒക്കെ നടക്കുമ്പോൾ പലപ്പോഴും അവരുടെ സംരംഭകത്വത്തെ കൂടെ അത്
അല്ലെങ്കിൽ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സംരംഭങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള പ്രോത്സാഹനം ലഭിക്കാതിരിക്കുകയും അതുപോലെ അവരെ നിരുത്സാഹപ്പെടുത്തുകയും അവർക്ക് നേരെ പക്ഷപാതം ഉണ്ടാവുകയൊക്കെ ചെയ്യുമ്പോൾ അത് സക്സസ്ഫുൾ ആവാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളൊരു പ്രശ്നവും ഉണ്ട്. അതുപോലെ പലപ്പോഴും ഗവൺമെന്റിന്റെ സപ്പോർട്ട് മെക്കാനിസത്തെ കുറിച്ചിട്ടുള്ള അപര്യാപ്തമായിട്ടുള്ള ധാരണ. അപ്പം ഗ്രാമീണ സംരംഭങ്ങളുടെ പ്രോത്സാഹനവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യ ഗവൺമെന്റ് ഒരുപാട് പദ്ധതികളുണ്ട് അല്ലേ. അപ്പം അതിനെക്കുറിച്ചുള്ള അവബോധക്കുറവും പലപ്പോഴും ഇതിന് ദോഷകരമായിട്ട്. അപ്പം ഇതൊക്കെയാണ് ഗ്രാമീണ സംരംഭങ്ങൾ, റൂറൽ എന്റർപ്രൈസസ് നേരിടുന്ന വെല്ലുവിളികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാമീണ സംരംഭകത്വത്തിന്റെ പ്രാധാന്യം നമ്മൾ നോക്കി, അവർ നേരിടുന്ന വെല്ലുവിളികൾ ഏതാണെന്നുള്ളതും നമുക്ക് മനസ്സിലായി അല്ലേ. ഇനി ഗ്രാമീണ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഗവൺമെന്റിന്റെ സംരംഭങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും റൂറൽ എന്റർപ്രൈസസ് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള പ്രോഗ്രാംസ് ഉണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കാം. ഓക്കെ, ഒന്ന് സ്റ്റാർട്ടപ്പ് വില്ലേജ് ഓണ്ടർപ്രന്യൂർഷിപ്പ് പ്രോഗ്രാം, SVEP എന്ന് പറയുന്നത്. അതിലൂടെ ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിൽ തങ്ങളുടെ ബിസിനസ് സംരംഭങ്ങൾ സ്ഥാപിക്കുന്നതിന് സംരംഭകരെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇത് ആരംഭിച്ചിരിക്കുന്നത്. ഈ പദ്ധതി നിലവിലുള്ള സംരംഭങ്ങളെയും പുതിയ സംരംഭങ്ങളെയും ഗ്രാമതലത്തിൽ യൂണിറ്റ് സ്ഥാപിക്കുന്നതിനൊക്കെ പിന്തുണയ്ക്കുന്നതാണ് സ്റ്റാർട്ടപ്പ് വില്ലേജ് ഓണ്ടർപ്രന്യൂർഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതുപോലെ റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഗ്രാമീണ മേഖലയിൽ തൊഴിലില്ലാത്ത യുവാക്കൾക്ക് നൈപുണ്യവും അതുപോലെ സംരംഭകത്വ വികസന പരിപാടികളും നൽകുക എന്നുള്ളതാണ്. അവരുടെ സ്വന്തം ബിസിനസ് യൂണിറ്റുകളൊക്കെ ആരംഭിക്കുന്നതിന് അവരെ സഹായിക്കുന്നൊരു പദ്ധതിയാണ്. അതുപോലെ പ്രധാനമന്ത്രി യുവ സംരംഭം, അത് ഇതുപോലെ നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയമാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഭാവി സംരംഭകർക്ക് മാർഗനിർദ്ദേശം നൽകുകയും നിലവിലുള്ള സംരംഭങ്ങളുടെ വിപുലീകരണത്തിനൊക്കെ സഹായിക്കുകയും ചെയ്യുന്നു. PM വിശ്വകർമ്മ യോജനയുണ്ട്. അങ്ങനെയുള്ള പദ്ധതികൾ, പലതരത്തിലുള്ള പദ്ധതികൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ട്. അതെന്തിനാണ്? റൂറൽ എന്റർപ്രൈസസിനെ, റൂറൽ ഏരിയയിൽ നിന്നുള്ള ഗ്രാമീണ സംരംഭകരെയൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാംസിന്റെ കൃത്യമായ ധാരണയുണ്ടെങ്കിൽ അത് ഗ്രാമീണ സംരംഭകർക്ക് അത് വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഗവൺമെന്റും അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രാമീണ മേഖലയുടെ ഡെവലപ്മെന്റിന് ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് അത്യാവശ്യമാണ്, ഇത്തരത്തിലുള്ള എന്റർപ്രൈസസ് അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രാമീണ സംരംഭകത്വം എന്ന് പറയുന്നത് വികസിപ്പിക്കേണ്ടത് ഇന്ത്യയുടെ പുരോഗതിക്ക് തന്നെ വളരെയധികം അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണത് സാമ്പത്തികവും തൊഴിൽ വളർച്ചയൊക്കെ വർദ്ധിപ്പിക്കുന്ന കാരണമായതുകൊണ്ട് ഗ്രാമീണ സംരംഭകരെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സർക്കാരുകളൊക്കെ പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. എങ്കിൽ മാത്രമാണ് പ്രോപ്പർ ആയിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റ് ഗ്രാമീണ മേഖലയിൽ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലോക്കൽ എക്കണോമിക് ഡെവലപ്മെൻ്റ് ഒക്കെ നടക്കണമെങ്കിൽ ഇത് കൂടിയേ തീരൂ. ഓക്കെ, അപ്പോൾ അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി ചെയ്യേണ്ടത്, ഒരു എന്താണ് വേ ഫോർവേഡ് എന്നുള്ളത്, എന്താണ് മുന്നോട്ടുള്ള വഴി എന്താണെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് മൂലധനം, അടിസ്ഥാന സൗകര്യം, വിപണനം എന്നിവയിലേക്കുള്ള മെച്ചപ്പെട്ട പ്രവേശനം. ഇപ്പോൾ ഗ്രാമീണ വ്യവസായങ്ങൾക്ക് എന്താണ്, നഗരങ്ങളിലുള്ള വ്യവസായങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, അവർക്ക് ഒരുപാട് ഫെസിലിറ്റീസും എല്ലാം അവൈലബിൾ ആണ് അല്ലേ. അപ്പം അതുകൊണ്ട് അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങൾ നമ്മുടെ ഗ്രാമങ്ങളിലുള്ള സംരംഭങ്ങൾക്കും വേണം. അതിനുള്ള കാര്യങ്ങൾ സർക്കാർ എപ്പോഴും ലക്ഷ്യമിടുന്നുണ്ട്. അപ്പം അത് നടന്നേ പറ്റൂ. അതുപോലെ 2, വ്യവസായ വിദഗ്ധരുടെ മാർഗനിർദ്ദേശം. ഇപ്പോൾ ഗ്രാമീണ സംരംഭങ്ങളെയൊക്കെ അവരുടെ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ഉപദേശിക്കാൻ ഇപ്പോൾ ടാറ്റ ഗ്രൂപ്പിൻ്റെ രത്തൻ ടാറ്റയെ പോലെയുള്ള വ്യവസായ വിദഗ്ധരൊക്കെ ആയിട്ട് സർക്കാരിന് പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ളൊരു സജഷനാണ്. അതുപോലെയുള്ള പല ആളുകളെയും, പല വ്യവസായ മേഖലയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള പല ആളുകളുമായിട്ടുള്ള അവരുടെ ഹെൽപ്പ് ഉപകാരപ്പെടും. അതുപോലെ പ്രോജക്റ്റ് മോഡിലൂടെയും ഉള്ള നൈപുണ്യവും സംരംഭത്വ വികസനവും ഒക്കെ സംരംഭകരെ അവരുടെ നിലവിലുള്ള കഴിവുകൾ, ഭൂമിശാസ്ത്രപരമായ സ്ഥാനങ്ങൾ, ജനസംഖ്യാപരമായ സവിശേഷതകളൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് തിരഞ്ഞെടുക്കണം. എന്നിട്ട് അവർക്ക് അതുമായി ബന്ധപ്പെട്ട സ്കിൽ ഡെവലപ്മെൻറ്റ് കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം
അവരുടെ സംരംഭം വിപുലീകരിക്കാനുള്ള ഹെൽപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പ്രോജക്റ്റ് മോഡിലൂടെയുള്ള ഒരു പ്രോജക്റ്റായിട്ട് തന്നെ നൈപുണ്യവും അതുപോലെ സംരംഭകത്വ വികസനവും കൊടുത്തേ തീരുമെങ്കിൽ മാത്രമാണ് അത് അവരെ സംരംഭകരെ ഹെൽപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ അതൊരു മുന്നോട്ടുള്ളൊരു വഴിയാണ്. അതുപോലെ റൂറൽ ഇൻക്യുബേഷൻ സെൻറ്ററുകളെല്ലാം സ്ഥാപിക്കുക എന്നുള്ളത്, അതുപോലെ സിവിൽ സൊസൈറ്റിയുടെ പങ്കാളിത്തം, ഇപ്പം NGOകൾ, SHGകൾ, ചാരിറ്റികൾ തുടങ്ങിയിട്ടുള്ള സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകൾ ഗ്രാമീണ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിന് കൂടുതൽ സഹായിക്കാൻ അവർക്ക് സാധിക്കും. അപ്പം അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഗ്രാമീണ സംരംഭകത്വത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, റൂറൽ എൻ്റർപ്രൈസസ്. അപ്പോൾ ഈ മെയിൻസിൽ LSGയുടെ മെയിൻസ് എക്സാമിൽ പേപ്പർ 2 വരുന്ന ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ വരുന്ന ടോപ്പിക്സ് ആണ് ഈ ഒരു സോഷ്യൽ ക്യാപിറ്റൽ ഡെവലപ്മെൻറ്റ്, ലോക്കൽ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്, റൂറൽ എൻ്റർപ്രൈസസ് എന്നുള്ളത്. അപ്പോൾ സോഷ്യൽ ക്യാപിറ്റൽ ഡെവലപ്മെൻറ്റിൽ നമ്മൾ എന്താണ്, സോഷ്യൽ ക്യാപിറ്റൽ എന്താണെന്ന് പറഞ്ഞു അല്ലേ. സോഷ്യൽ ക്യാപിറ്റൽ എന്താണ്, അപ്പോൾ അത് ആ ഒരു പേര് റോബർട്ട് പുട്നാം, അത് ഓർത്തു വയ്ക്കുക, ആ ഒരു പദം പ്രചരിപ്പിച്ചത് ആരാണെന്നുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമാണ്, എന്താണ് സോഷ്യൽ ക്യാപിറ്റലിലൂടെ നമ്മൾ പറഞ്ഞു അല്ലേ, പരസ്പരം ആളുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഘടകങ്ങളുണ്ട്. അപ്പോൾ ആ ഘടകങ്ങൾ ആണ് നമ്മൾ സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിലൂടെയാണ് പരസ്പരം ആളുകൾ കണക്ട് ചെയ്ത് അതൊരു ഗ്രൂപ്പായി ഫോം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ തരങ്ങളായിട്ട് നമ്മൾ പറഞ്ഞു, ബോണ്ടുകൾ എന്ന് പറയുന്നത്, ഫാമിലി തുടങ്ങിയിട്ടുള്ള ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ ഫോം ചെയ്യാൻ വേണ്ട അതാണ് സാമൂഹിക മൂലധനം. അവിടെ ഇടയിൽ ഞങ്ങൾ എന്നുള്ളൊരു ഫീൽ ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ ബോണ്ടുകളെന്നും, കുറച്ചും കൂടി ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകളാകുമ്പോൾ അതിൽ ബ്രിഡ്ജുകൾ എന്നുള്ളതാണ് അവിടെ നമ്മൾ സാമൂഹിക മൂലധനത്തെ പറയുന്നത്. പിന്നെ ലിങ്കേജ് അല്ലെങ്കിൽ ബന്ധങ്ങൾ എന്ന് പറഞ്ഞു. അതുപോലെ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള സാമൂഹിക മൂലധന സ്ഥാപനങ്ങളും സമൂഹത്തിൽ സാമൂഹിക ക്യാപിറ്റൽ ഓർഗനൈസേഷനുകളുടെ പങ്ക് നമ്മൾ നോക്കി. അതുപോലെ പൊതുസേവകരും സാമൂഹിക മൂലധനവും തമ്മിലുള്ള ബന്ധം നമ്മൾ നോക്കി. അതുപോലെ ഗവൺമെൻറ്റിന് ഏത് രീതിയിലാണ് സാമൂഹിക മൂലധനം, ഗവൺമെൻറ്റിന് ഒരു റെസ്പോൺസിബിൾ ഗവേണൻസിന് ഗവേണൻസിന് ഒരു ഗവൺമെൻറ്റിന് റെസ്പോൺസിബിൾ ഗവൺമെൻറ് ആക്കി മാറ്റുന്നതിൽ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് നോക്കി. ഭരണം മെച്ചപ്പെടുത്തുന്നതിന് സാമൂഹിക മൂലധനം എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് നോക്കി. പിന്നെ നമ്മൾ ലോക്കൽ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ പ്രാദേശികമായിട്ടുള്ള സാമ്പത്തിക വികസനം അല്ലേ. അപ്പോൾ അതെപ്പോഴും ഗ്രാമപഞ്ചായത്തുകളാണ് കൂടുതൽ അത് ചെയ്യാൻ പറ്റുന്നത്. അതിൽ മെയിൻലി നമുക്ക് ചെയ്യേണ്ടതാണ് സംരംഭകത്വം, കൂടുതൽ തൊഴിൽ വർദ്ധിപ്പിക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെയും നമ്മൾ പറഞ്ഞു, ഭരണഘടനയിൽ തന്നെ 73-ാം ഭേദഗതിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു ലക്ഷ്യങ്ങളിൽ ഒന്നാണ് പ്രാദേശിക സാമ്പത്തിക വികസനം എന്നുള്ളത് അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന എങ്ങനെ വിഭവങ്ങളെ പ്രോപ്പറായി ഉപയോഗിക്കാം, അതുപോലെ ഏതൊക്കെ നടപടികളിലൂടെ ലോക്കൽ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് കൈവരിക്കാം എന്നുള്ളതൊക്കെ നമ്മൾ നോക്കി. പിന്നെ ഗ്രാമീണ സംരംഭങ്ങൾ അല്ലെങ്കിൽ റൂറൽ എൻ്റർപ്രൈസസ്, അപ്പം അതും എവിടെയാണ് ഭരണഘടനയുടെ 43-ാം അനുച്ഛേദത്തിൽ അവിടെയും പറയുന്നുണ്ട്, ഗ്രാമീണ കുടിൽ അധിഷ്ഠിത സംരംഭങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ഉടമസ്ഥാവകാശം ഒറ്റയ്ക്കും ഗ്രൂപ്പും ആയിട്ടുള്ള സംരംഭങ്ങളുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ രാജ്യത്ത് എന്താണ് പ്രാധാന്യം, ഗ്രാമീണ സംരംഭങ്ങളുടെ പ്രാധാന്യം നമ്മൾ നോക്കി. അതുപോലെ ഗ്രാമീണ സംരംഭങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ നോക്കി. ഗവൺമെൻറ് ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ പ്രോഗ്രാംസിലൂടെ ഗ്രാമീണ സംരംഭത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് നമ്മൾ നോക്കി. അതുമായി ബന്ധപ്പെട്ട് ഇനി മുന്നോട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യം നോക്കി. അപ്പം ഇത്രയാണ്. അപ്പോൾ ഈ ഒരു പേപ്പർ 2-ൽ മെയിൻസിൻ്റെ പേപ്പർ 2-ൽ മെയിൻലി എല്ലാം ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിലെല്ലാം ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഉണ്ട്, പോവർട്ടി എലിവേഷൻ, റൂറൽ ഡെവലപ്മെൻറ്റും റൂറൽ എൻ്റർപ്രൈസസും, അതുപോലെ സൊസൈറ്റിയിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെ കുറിച്ചിട്ടുള്ള, അപ്പോൾ നമ്മൾ ജെറിയാട്രിക് കെയറിനെ കുറിച്ച് നമ്മൾ നോക്കിയിരുന്നു അല്ലേ, വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, അവരുടെ ഒരു വയോജനങ്ങളുടെ സംരക്ഷണം എന്നുള്ളൊരു കാര്യം. അതുപോലെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ഭിന്നശേഷി വിഭാഗക്കാരുടെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ജെൻഡർ ഡെവലപ്മെൻറ്റ്, ജെൻഡർ കൺസേൺസ് ഇൻ ഡെവലപ്മെൻറ്റ്, ജെൻഡർ ബഡ്ജറ്റിങ്, അങ്ങനെയുള്ള കോൺസെപ്റ്റുകൾ നോക്കി. പിന്നെ റൂറൽ ഏരിയ, റൂറൽ ഡെവലപ്മെൻറ്റ്, റൂറൽ എൻ്റർപ്രൈസസ് ഇന്ന് നമ്മൾ നോക്കിയിട്ടുള്ള ടോപ്പിക്ക്. പിന്നെ പോവർട്ടി എലിവേഷൻ, അങ്ങനെയുള്ള ടോപ്പിക്സ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, അത് 2 ക്ലാസ്സസിലായിട്ട് നമ്മൾ കവർ ചെയ്തു. അപ്പോൾ ഇതിൽ പൊതുവായിട്ട് ഈ ഒരു പേപ്പർ 2-ൽ വരുന്ന ഈ ഒരു ഭാഗത്തിൽ മെയിൻലി നമ്മൾ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയല്ലോ അല്ലേ.
അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ അല്ലേ? യെസ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു.